വാർത്ത മാമി തിരോധാന കേസിൽ DGPക്ക് അതൃപ്തി. DGP വിലക്കിയിട്ടും റിപ്പോർട്ടുകൾ ADGP വഴി അയച്ചു എന്നുള്ളതാണ്. SP ശശിധരനും കോഴിക്കോട് കമ്മീഷണറുമാണ് നിർദ്ദേശം അവഗണിച്ചത്. ഇരുവരോടും വിശദീകരണം തേടാൻ DGP നിർദ്ദേശം നൽകി. VV വിനോദ് നൽകും വിവരങ്ങൾ. ഒപ്പം MS അനീഷ് കുമാറും ചേരും കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം വിനോദിലേക്ക്. വിനോദ്, ഈ DGP ഇത്തരത്തിലൊരു അതൃപ്തി അറിയിച്ചുവെങ്കിൽ അതിലൊരു വലിയ കാര്യമുണ്ടല്ലോ. പ്രത്യേകിച്ചും DGP അറിയാതെ ADGP വഴിയൊക്കെ റിപ്പോർട്ട് കൈമാറുക, അത് വിലക്കിയിട്ടും അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് പോലീസിലെ ഉന്നതർക്കിടയിൽ ഉണ്ടാകുന്ന ചേരിതിരിവിന്റെ കൂടുതൽ വ്യക്തത നൽകുന്ന ഉദാഹരണമല്ലേ? എൽദോ, മാമി തിരോധാന കേസ് അതിന്റെ തുടക്കം DGP നൽകിയിരുന്ന നിർദ്ദേശമാണ് ADGP വഴി ഈ കേസിന്റെ റിപ്പോർട്ടുകൾ മുകളിലേക്ക് അയക്കേണ്ട കാര്യമില്ല എന്നത്. അത് IG വഴിയോ DIG വഴിയോ അയക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിരുന്നത്. ഈ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറും SP ശശിധരനുമാണ് ഈ രണ്ട് നിർദ്ദേശങ്ങൾ, അതായത് DIG വഴിയോ അല്ലെങ്കിൽ IG വഴിയോ അയക്കണമെന്ന നിർദ്ദേശം മറികടന്ന് ADGP വഴി റിപ്പോർട്ടുകൾ അയച്ചുകൊണ്ടിരുന്നത്. പിന്നീട് PV അൻവർ വലിയ ആരോപണം ഉന്നയിക്കുന്ന നിലയുണ്ടായി. മാമി തിരോധാന കേസിൽ ADGP MR അജിത് കുമാറിന് ബന്ധമുണ്ട് എന്ന വെളിപ്പെടുത്തൽ ഈ അടുത്തിടെ നടത്തുമ്പോഴാണ് മുൻ നിർദ്ദേശത്തിൽ വീഴ്ച വരുത്തിയതിന് നടപടിയെടുക്കാൻ ഇപ്പോൾ DGP തീരുമാനിച്ചിട്ടുള്ളത്. ഇരുവരോടും വിശദീകരണം തേടാൻ DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാമി തിരോധാനത്തിൽ ADGPക്ക് ബന്ധമുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് അൻവർ ഉന്നയിച്ചത്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായും മറ്റ് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായും ഒക്കെ അജിത് കുമാർ ഇടപെടുന്നു, ബന്ധപ്പെടുന്നു. അതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ട്. മാമി തിരോധാനത്തിൽ പോലും MR അജിത് കുമാറിന് പങ്കുണ്ട് എന്ന ആരോപണം. അവിടെയാണ് ഈ റിപ്പോർട്ടുകൾ ADGP വഴി അയക്കേണ്ടതില്ല എന്ന നിർദ്ദേശം നേരത്തെ തന്നെ, ഈ വിവാദം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ DGP അത്തരമൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതായത് DGPക്ക് ചില സംശയങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചിന്തയോ പരാതിയോ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകണം ADGPയെ ഒഴിവാക്കി റിപ്പോർട്ടുകൾ അയക്കാൻ നിർദ്ദേശിച്ചത്. പക്ഷെ ആ നിർദ്ദേശം പാലിക്കാത്തതിന്റെ പേരിലാണ് ഇപ്പോൾ അതിൽ വിശദീകരണം തേടാൻ DGP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എൽദോ, ഉറപ്പായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഞാൻ MS അനീഷ് കുമാറിലേക്ക് കൂടി പോവുകയാണ്. അനീഷ്, ഈ കേസിൽ ADGPക്ക് പങ്കുണ്ട് എന്നുള്ളത് അത് PV അൻവർ MLA വെളിപ്പെടുത്തലായിരുന്നല്ലോ. അപ്പോൾ MR അജിത് കുമാറിനെ കൂടുതൽ ഇടപെടൽ നടന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ VV വിനോദ് നൽകുന്ന ഈ വാർത്തയും. ഈ കേസിന്റെ ഒരു വഴികൾ എന്തായിരുന്നു അനീഷ് കുമാർ? എൽദോ, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 22-നാണ് 2023 ഓഗസ്റ്റ് 22-നാണ് മാമിയെ നഗരമധ്യത്തിൽ നിന്നും കാണാതാവുന്നത്. എന്നാൽ ഇതിനുശേഷം പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം ഒരു രീതിയിലും മുന്നോട്ട് പോകുന്നില്ല എന്ന ഒരു ആരോപണമാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. കാരണം സാധാരണ ക്രിമിനൽ കേസുകളിൽ പോലീസ് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലല്ല ഈ മാമി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ആദ്യ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് വേണം പോലീസ് തെളിവ് ശേഖരണം നടത്താൻ. എന്നാൽ നഗരമധ്യത്തിലെ ഒറ്റ CCTVയിൽ നിന്നും മാമിയുടെ ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് കുടുംബം പറയുന്നു. സാധാരണഗതിയിൽ ഒരു തട്ടിക്കൊണ്ടുപോക്കൽ അല്ലെങ്കിൽ കാണാതാവൽ കേസ് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ വിശദമായ പരിശോധന നടത്തും. എന്നാൽ ഇതുണ്ടായില്ല. ഇതിനുശേഷം ഈ കളത്തൂർ എന്ന ഒരു സ്ഥലം, ഈ കോഴിക്കോട് നഗരത്തിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ അവസാന മൊബൈൽ ടവർ ലൊക്കേഷൻ ലഭിച്ചത്. അവിടുത്തെ ഒരു വീട് കേന്ദ്രീകരിച്ച് അദ്ദേഹം എത്തിയിരുന്നു എന്ന ചില വിവരങ്ങളുണ്ട് എന്നൊക്കെ പോലീസ് അനൌദ്യോഗികമായി ഈ ചില മാമയുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ കുടുംബത്തോട് അക്കാര്യം പറഞ്ഞിട്ടില്ല. അവിടുത്തെ ഒരു വീട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്നും ഒരു കിണർ വറ്റിച്ച് പരിശോധന നടത്തണമെന്നും ഒക്കെ ആദ്യഘട്ടത്തിൽ അറിയിച്ചെങ്കിലും പിന്നീട് അക്കാര്യവും ഉണ്ടായില്ല. ഇതിനുശേഷം മാമിയുടെ വ്യക്തി കേന്ദ്രീകൃതമായ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയത് എന്നാണ് കുടുംബം പറയുന്നത്. മറിച്ച് മാമിയുടെ അടുത്തിടെ ഉണ്ടായ ഒരു ദുബായ് യാത്ര, ആ ദുബായ് യാത്രയ്ക്ക് ശേഷം ഭാര്യയോട് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ തികച്ചും ഒരു സന്തോഷവാനായ അല്ല മാമി കാണപ്പെട്ടത്. ഇനിയും ഒരിക്കൽ കൂടി ദുബായിക്ക് പോകേണ്ടതുണ്ട് എന്ന് മാമി പറയുകയും ചെയ്തതായി ആ ഭാര്യ പറയുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലും ആ ദുബായ് യാത്ര കേന്ദ്രീകരിച്ചുള്ള യാതൊരു അന്വേഷണവും നടത്തിയില്ല. പിന്നീട് നഗരത്തിൽ തന്നെ 300 കോടിയോളം രൂപ വിലമതിക്കുന്ന ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട അവസാന വട്ട നടപടിക്രമങ്ങളിലേക്ക് മാമി നീങ്ങിയിരുന്നു. എന്നാൽ ആ കച്ചവടം മുറുകി നിൽക്കുന്നതിനിടയിലാണ് മാമിയെ കാണാതാവുന്നത്. മാമിയെ കാണാതായി ഒരാഴ്ചയ്ക്ക് ശേഷം ആ ഭൂമിയുടെ ഇടപാട് പൂർണ്ണമായി നടക്കുകയും ചെയ്തു. ഇത് അങ്ങേയറ്റത്തെ ദുരൂഹത ഈ കേസിലുണ്ട് എന്നാണ് പറയുന്നത്. അതായത് പോലീസ് ആദ്യം മുതൽ തന്നെ ഒരു അലസ മനോഭാവം ഈ കേസിൽ സ്വീകരിച്ചു എന്നും പറയുന്നു. ഇതിനുശേഷം
ഏറ്റവും ഒടുവിൽ ഈ കാണാതായ ഏറെ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രൈംബ്രാഞ്ച് അടക്കമുള്ള മറ്റ് ഏജൻസികൾ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം സർക്കാരിനെ സമീപിച്ചിരുന്നു. അന്ന് ഏതാണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഉത്തരവിറങ്ങാൻ മാത്രം കാത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ലോക്കൽ പോലീസിൽ നിന്നും അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് എത്തിക്കുന്നത്. അത് ADGP അജിത് കുമാർ ഇടപെട്ടാണ്. അതായത് പോലീസിന്റെ പക്കൽ നിന്നും തന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നിന്നും അന്വേഷണം ഒരു തരത്തിലും മറ്റൊരിടത്തേക്ക് പോകരുത് എന്ന ഒരു കൃത്യമായ കണക്കുകളോടുകൂടി അങ്ങനെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ ഏറ്റവും ഒടുവിലുള്ള ഘട്ടം വരെ പരിശോധിച്ചാൽ ഇതിൽ മുഴുവൻ വീഴ്ചകളും പിഴവുകളും ഉണ്ട്. ഒരുപക്ഷെ PV അൻവർ MLA ഒരു രാഷ്ട്രീയ ആരോപണമായി ഇത് ഉന്നയിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് അതിന് ഒരു അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി സർക്കാരോ മറ്റാളുകളോ ഈ കേസിനെ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. എന്തായാലും അൻവറിന്റെ വെളിപ്പെടുത്തലിന് ശേഷമാണ് കോടതിയിൽ ഈ കേസ് CBI കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം എത്തുകയും സർക്കാരിന് അതിൽ എതിർപ്പില്ല എന്ന് DGP കോടതിയിൽ അറിയിക്കുകയും ചെയ്തത്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിക്കൊണ്ട് ഉത്തരവിടുകയും ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കേരള പോലീസിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് തങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. അജിത് കുമാറൊക്കെ ഒഴികെയുള്ള മറ്റേതെങ്കിലും മിടുക്കരായ ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിച്ചാൽ പരാതിയില്ല. അതുകൊണ്ട് CBI വേണമെന്ന് നിർബന്ധമില്ല. കേരള പോലീസിനെ തങ്ങൾക്ക് വിശ്വാസമാണ് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. എന്തായാലും ആ അർത്ഥത്തിൽ അവർ പൂർണ്ണമായും നിലവിലെ അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നുണ്ട്. നിലവിലെ അന്വേഷണ സംഘത്തിന്റെ രീതികളിൽ ആ കുടുംബത്തിന് തൃപ്തിയുണ്ട് എന്നുമാണ് അവർ പറയുന്നത്. എന്തായാലും ആദ്യം മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സാധാരണ ഒരു മിസ്സിംഗ് കേസ് അല്ലെങ്കിൽ നഗരമധ്യത്തിൽ നിന്നും ഏറെ സമ്പന്നനായ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ ഭൂമിയിടപെടലുകളെല്ലാം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് മാമി. അതുകൊണ്ട് കോടികളുടെ ആസ്തിയുണ്ട്. 4 ഭാര്യമാർ അദ്ദേഹത്തിനുണ്ട്. അവരൊക്കെ ഒത്തുചേർന്നൊക്കെ പോകുന്ന ഒരു സാഹചര്യം. വളരെ വിപുലമായ സുഹൃത്ത് സംഘമുണ്ട്. ഈ ADGP അജിത് കുമാറിനെയൊക്കെ നേരിട്ട് മാമിക്ക് അറിയാമെന്ന് പലവട്ടം ഈ കുടുംബം പറഞ്ഞിട്ടുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ പോലും എന്താണ് ഇത്തരം ഒരു അലസ മനോഭാവം ഈ കേസിൽ കാണിച്ചതെന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാവുന്നത്. എന്തായാലും പുതിയ ക്രൈംബ്രാഞ്ച് സംഘം ഇക്കാര്യത്തിൽ ഒരു വഴി തെളിക്കും എന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. എന്തോ വിനോദ്, ഈ വിലക്കുണ്ടായി, അതായത് ADGP DAG IG വഴി റിപ്പോർട്ട് അയക്കാനായിരുന്നു DGPയുടെ നിർദ്ദേശം. അപ്പോൾ അത്തരത്തിലൊരു നിർദ്ദേശം ഇരിക്കെ അങ്ങനെ ഒരു മറികടക്കൽ അത് സാധ്യമാണോ ഈ SP-ക്കും ഒരു സിറ്റി പോലീസ് കമ്മീഷണർക്കും? വിനോദ് കേൾക്കാമോ?